ട്രേഡേഴ്സ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. 5500 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. ഒരു 90 ക്വാണ്ടിറ്റി ആണ് ബൈ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അവിടെ ചെറിയൊരു സിമ്പിൾ പാറ്റേണിലാണ് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത് ആ പാറ്റേൺ. പക്ഷേ ഈ ട്രേഡിലൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി ഞാൻ ട്രേഡിൽ എൻട്രി എടുക്കാൻ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പരിപാടിയിൽ നോക്കിയപ്പോഴത്തേക്കും ട്രേഡ് താഴത്തോട്ട് വീണായിരുന്നു. ഇവിടെ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്ത് അതിൻ്റെ ബ്രേക്കൗട്ടിലായിരുന്നു ട്രേഡ് എടുക്കേണ്ടത്. ഈ ഒരു പോർഷനിലായിരുന്നു ട്രേഡ് എടുക്കേണ്ടത്. പക്ഷേ ഞാൻ ട്രേഡ് എടുത്ത് വന്നപ്പോഴത്തേക്കും ഇത്രയും ഡൗൺ സൈഡ് മൊമെൻറ്റം സംഭവിച്ചായിരുന്നു, ഒരു 50 പോയിൻറ്റ്സോളം. ഓക്കെ, അതുകൊണ്ടും കുഴപ്പമില്ല. നമ്മൾ ഇറങ്ങുന്ന ടാർഗറ്റും സ്റ്റോപ്പ് ലോസും സെയിം തന്നെ ആയിരിക്കും എത്രയായാലും. ഇനിയിപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി ട്രേഡ് എടുക്കാമെന്നേ ഉള്ളൂ. ഒരു 700,000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ഇപ്പോൾ പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇനിയിപ്പോൾ ഫോൾ ചെയ്യുകയാണ്, അത്യാവശ്യം താഴത്തോട്ടൊരു മൊമെൻറ്റം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റെഗുലർ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറ്റില്ല, 50 പോയിൻറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു 25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏത് സ്പോട്ട് വൈസ് ഒരു 25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് മാനുവലി ഇറങ്ങാവുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു ലോസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. 8882 നമ്മളുടെ എൻട്രി കിട്ടിയിരിക്കുന്നത്. 25 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ 857858 റൈറ്റ്, 858 അവിടെ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ഇനി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടിലും വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഒരു ചെറിയൊരു ഗ്രീൻ, അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നു എന്ന് പറയാം. ഒരു 600-700 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം എങ്ങനെയാണ് മൊമെൻറ്റം ഉണ്ടാകുന്നത്. നമുക്ക് ഫേവറായിട്ടാണോ അതോ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. അപ്പോൾ കോസ്റ്റിൽ തന്നെയാണ് റൺ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളുടെ ഒരു എൻട്രി പോയിന്റിൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ. കാരണം മാർക്കറ്റ് അത്യാവശ്യം താഴത്തോട്ട് ഫോൾ ചെയ്തതിന് ശേഷം ഒരു 50 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് മാർക്കറ്റിൽ ഫോൾ വന്നതിന് ശേഷം മാത്രമാണ് നമുക്ക് നമ്മളുടെ എൻട്രി കിട്ടിയത്. അത് മാത്രമേ ഈ ഒരു ട്രേഡിലൊരു പ്രശ്നമുള്ളൂ. അതും മാർക്കറ്റിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കാരണം അത്രയും ഒരു ശ്രദ്ധിച്ചില്ല ഈ ഒരു ട്രേഡിൽ. സോ ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോപ്പർലി നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ നമ്മൾ ഇറങ്ങും. ഒരു 25 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസിൽ നമ്മൾ ഇറങ്ങും. ഇനി അതല്ല മാർക്കറ്റ് ഒരു കണ്ടിന്യൂസ് ഫോൾ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു നമ്മളുടെ ഒരു പ്രോപ്പർ ടാർഗറ്റ്, നമ്മൾ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ ടാർഗറ്റ് എത്രയാണ് വരുന്നത് ആ ഒരു റീജിയനിൽ നമ്മൾ ഇറങ്ങും. ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഒരു 500 റുപ്പീസിന് അല്ലെങ്കിൽ ഒരു 700 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ എൻട്രി പോയിൻ്റ് ആണ് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ബ്ലൂ ഹൊറിസോണ്ടൽ ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് എൻട്രി കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ച് പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഇവിടെയായിരുന്നു നമുക്ക് എൻട്രി കിട്ടേണ്ടത്. ഇവിടെയായിരുന്നു നമുക്ക് എൻട്രി കിട്ടേണ്ടത്, പക്ഷേ അത്രയും മേളിൽ പോയാണ്. നമ്മൾ ഇവിടെയായിരുന്നു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ എക്സാക്ട്ലി ഏകദേശം നമ്മളുടെ ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ നോക്കാം ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്യണോ. ഇപ്പോൾ ഒരു 2000+ ഒരു പ്രോഫിറ്റ്. ഓക്കെ ഫൈൻ, നമ്മളുടെ ടാർഗറ്റ് ഏതായാലും ഹിറ്റ് ചെയ്യേണ്ട ട്രേഡേഴ്സ്. നമുക്കൊരു കാര്യം ചെയ്യാം, മാനുവലി ഇവിടുന്ന് എക്സിറ്റ് ചെയ്തേക്കാം. 2500 അടുപ്പിച്ച് ഇപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിരിക്കുന്നതിൻ്റെ വേണം ഇത് മോഡിഫൈ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് മാനുവലി ഒന്ന് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തേക്കാം. ഒരു എക്സിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒരു 1600 1600 രൂപയുടെ പ്രോഫിറ്റാണ് ഇന്നിപ്പോൾ ഈ ഒരു ട്രേഡിൽ ബുക്ക് ചെയ്തത്. ആ ഒരു നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു ക്യാൻഡിൽ തന്നെ വീണ്ടും ഒരു റിജക്ഷൻ ക്യാൻഡിലായിട്ട് ഫോം ആവുമായിരുന്നു. എനിവേസ് ഈ ഒരു ട്രേഡിൽ നമ്മളിപ്പോൾ ഒരു 1600-2000 അടുപ്പിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എവിടെയാണ് ട്രേഡ് എടുക്കുന്നത്, എന്താണ് റീസൺ എന്നുള്ളത്. കണ്ടോ, ഇത്രയും താഴത്ത് മാർക്കറ്റ് ഫോളോ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് അടുത്ത ഒരു ട്രേഡിൽ ഇവിടെ എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു റിജക്ഷൻ കാണിച്ച്, ഓക്കെ ഫൈൻ, നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ആ ഒരു മേളിലത്തെ ആ ഒരു റീജിയനിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കാമെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു എക്സാക്റ്റ് പോയിൻ്റാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. ഓക്കെ ഫൈൻ, നമ്മളുടെ ട്രേഡിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ട്രേഡേഴ്സ് ഈ ഒരു ട്രേഡിൻ്റെ അവസാനം ഞാൻ എടുക്കാനുള്ള റീസൺ സിമ്പിളായിരുന്നു. നേരത്തെ നമ്മൾ എടുത്ത ട്രേഡിൽ ഒരു റിട്രേസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും വീണ്ടും ആ ഒരു ഏരിയയിൽ തന്നെ ഇവിടെയായിരുന്നു നമ്മളുടെ ട്രേഡിൽ ആദ്യം എൻട്രി അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു റീജിയനിൽ തന്നെ മാർക്കറ്റ് തിരിച്ചെത്തിയപ്പോൾ ഞാനൊരു സെയിം ഏരിയയിൽ ഒരു എൻട്രി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സെയിം എക്സാക്ട്ലി ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും ഈ ഒരു ട്രേഡിലും പ്ലേസ് ചെയ്യുന്നത്. ജസ്റ്റ് മാർക്കറ്റിൽ നിന്ന് ആ ഒരു സെയിം അല്ലെങ്കിൽ ആ ഒരു ആദ്യത്തെ ട്രേഡിൽ നമുക്കൊരു എൻട്രി പ്രോപ്പർലി കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഒരു എക്സാക്റ്റ് എൻട്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാവേ.
ട്രേഡേഴ്സ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 5000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ബൈ.